ഫ്രണ്ട്സ്, ടെക് ആൻഡ് ഓട്ടോയുടെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഓടിക്കുമ്പോൾ ചിലർക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ റിവേഴ്സ് ഗിയർ വീണോ ഇല്ല എന്നൊരു ഡൗട്ട് വരും. അപ്പോൾ റിവേഴ്സ് ഗിയർ വീണെന്ന് അറിയാൻ ചിലർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും റിവേഴ്സ് ഗിയർ വന്നു. അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ, ക്ലച്ച് റിലീസ് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി ബാക്കിലോട്ട് നീങ്ങുമ്പോൾ ഒരു ഫീൽ ഇട്ട് റിവേഴ്സ് ഗിയർ വീണോ, ഓക്കെ നമുക്ക് ബാക്കിലോട്ട് എടുക്കാമെന്ന്. പക്ഷേ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ലേണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര ഡൗട്ടായിരിക്കും റിവേഴ്സ് ഗിയർ വീണോ ഇല്ലയെന്ന്. അതറിഞ്ഞിട്ട് അവർ മാത്രമേ റിവേഴ്സ് എടുക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഒരു ഹോൺ കൊടുക്കും. റിവേഴ്സ് ഗിയർ വീണമെന്ന് അറിയാൻ വേണ്ടി ഒരു സൗണ്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ആ ഹോണ് അല്ലെങ്കിൽ ആ സൗണ്ട് വന്നത് റിവേഴ്സ് ഗിയർ വീണു എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു റിവേഴ്സ് ഗിയറിലേക്ക് റിവേഴ്സ് ഹോൺ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത്, നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഷവർലയുടെ അത്യാവശ്യം വിജയിച്ച ഒരു മോഡലാണ് സ്പാർക്ക്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മളിന്ന് റിവേഴ്സ് ഹോൺ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതിനൊക്കെ വേണ്ടത് ഒരു മൾട്ടിമീറ്റർ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റർ, പിന്നെ ഒരു റിവേഴ്സ് ഹോൺ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു വയർ സ്റ്റോപ്പർ, കുറച്ച് വയർ, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ, മൈനസ് ആണെങ്കിൽ മൈനസ്. നിങ്ങളത് നോക്കണം ഏതാണ് വരുന്നതെന്ന്. അത് ലൈറ്റിനകത്ത് ഫിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാൽ മതി. അല്ലാതെ ഇതിപ്പോൾ കാറിനകത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്കൊരു ബ്ലേഡ് വേണം, ബ്ലേഡും പിന്നെ ഒരു കേബിൾ ടൈ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹോണ് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ കാറിൻ്റെ ഡിക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റിൻ്റെ ബാക്ക് വശത്തായി, പുറകിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ബാക്ക് വശത്തായി ഇതുപോലെ ഒരു കണക്ടർ കാണാൻ പറ്റും. ഈ കണക്ടർ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഇഗ്നിഷൻ കീ ഓൺ ചെയ്യണം. അതായത് ഇഗ്നിഷൻ ഓൺ ആക്കാതെ അതിന് മുമ്പത്തെ സ്റ്റേജ് വരെ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ റിവേഴ്സ് ലൈറ്റിലേക്ക് സപ്ലൈ വന്ന് നിൽക്കും. അപ്പോഴാണ് നമ്മൾ മൾട്ടിമീറ്റർ കൊണ്ട് കണക്ടറിൻ്റെ ഏത് ടെർമിനലിലേക്കാണ് സപ്ലൈ വന്നിരിക്കുന്നത് ചെക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനുശേഷം ആ ടെർമിനലിലേക്ക് വന്നിരിക്കുന്ന വയർ നമ്മൾ വയറിലെ ഇൻസുലേഷൻ കളഞ്ഞ് അവിടെയാണ് ഹോണിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണക്ടർ നമ്മൾ വൃത്തിയായിട്ട് നല്ല രീതിയിൽ റിമൂവ് ചെയ്യുക. ഇതുപോലെ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യണം മൾട്ടിമീറ്റർ വെച്ചിട്ട്. അപ്പോൾ അതാണ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ കണക്ടറിൻ്റെ സെൻറ്ററിൽ വരുന്ന 2 ടെർമിനൽ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, 10 വോൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മൾട്ടിമീറ്ററിൽ. അപ്പോൾ ആ ടെർമിനലിൻ്റെ വയർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ടെർമിനലിലേക്ക് വന്നിട്ടുള്ള വയർ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് അതിലേക്ക് വന്നിരിക്കുന്ന പോസിറ്റീവ് വയറാണ് ഇത്, അടുത്ത് നെഗറ്റീവ്. ഈ 2 വയറിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. ഈ 2 വയർ മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലെ ഇൻസുലേഷൻ, ആ 2 വയറിൻ്റെ മുകളിലെ ഇൻസുലേഷൻ നമുക്ക് പതിയെ കളയണം. അതിനൊരു വേണ്ടി ഒരു ബ്ലേഡ് എടുക്കാം. ബ്ലേഡ് നിങ്ങൾ പതിയെ ഇൻസുലേഷൻ കൈ ഒന്നും മുറിയാത്ത രീതിയിൽ ഇൻസുലേഷൻ കളയുക. ഇൻസുലേഷൻ കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുകൾ വശം മാത്രം കളഞ്ഞാൽ മതി, മൊത്തമായി റൗണ്ട് അടിച്ച് കളയണ്ട. നമുക്ക് കോണ്ടാക്റ്റ് കിട്ടാനുള്ള മാത്രം കളഞ്ഞാൽ മതി. അടുത്ത നമ്മൾ സ്ലീവ് ചെയ്ത വയറിലേക്ക് ഹോണിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. നന്നായിട്ട് പിരിച്ചു കൊടുക്കണം, ടൈറ്റായിട്ട് തന്നെ പിരിച്ച് നന്നായിട്ട് വയ്ക്കുക. പോസിറ്റീവ് വയർ നന്നായിട്ട് വയ്ക്കുക. അതേപോലെ തന്നെ നെഗറ്റീവ് വയറും നന്നായിട്ട് സ്ലീവ് ചെയ്ത് അവിടേക്ക് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഇൻസുലേഷൻ ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഓരോ വയറും നന്നായിട്ട് ടേപ്പ് ചുറ്റുക. ടൈറ്റായിട്ട് തന്നെ ചുറ്റണം, കാരണം പറഞ്ഞു പോകരുത്. വണ്ടി ജർക്കിംഗ് ഒക്കെ വരുമ്പോൾ, ഓടുന്ന സമയത്ത് ജർക്കിംഗ് വരുമ്പോൾ പറഞ്ഞു പോകരുത്. പിന്നെ 2 വയറുകൾ തമ്മിൽ ഷോർട്ട് ആകാനും പാടില്ല. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് നന്നായിട്ട് ചുറ്റുക.
അതിനുശേഷം നമ്മളൊരു കേബിൾ ടൈ എടുക്കുക. ഇതുപോലെ ഒരു ടൈ എടുത്തതിന് ശേഷം നമ്മുടെ ഹോണിനെ നന്നായിട്ട് ഹാങ് ചെയ്ത് ഫിറ്റ് ചെയ്യുക. അതിന് മുമ്പ് കണക്ടർ നമ്മൾ കണക്ട് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് കണക്ടർ കണക്ട് ചെയ്യുക. കണക്ടർ തിരിച്ച് രണ്ട് കണക്റ്റതിന് ശേഷം ഒരു ടൈ ഉപയോഗിച്ച് നമ്മുടെ ഹോണിനെ നന്നായിട്ട് അകത്ത് എവിടെയാണ് സൗകര്യം അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് ഹാങ് ചെയ്യാൻ കിട്ടുന്നത്, നന്നായി ടൈറ്റായി ഹാങ് ചെയ്യാൻ കിട്ടുന്ന അങ്ങോട്ടേക്ക് നന്നായിട്ട് ഹാങ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മുടെ ഹോണൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കീ ഓൺ ചെയ്യുക. അതിനുശേഷം റിവേഴ്സ് ഗിയർ ഇടുക. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇങ്ങനെയൊരു സൗണ്ട് വരുന്ന ഹോണാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്ന ഒരു റിവേഴ്സ് ഹോണാണിത്. ഇതുപോലെ പല സൗണ്ട് വരുന്ന റിവേഴ്സ് ഹോണുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങി ഫിറ്റ് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി റിവേഴ്സ് ഗിയർ തന്നെ വീണു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇതേപോലെ ഇൻസ്റ്റാളേഷൻ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് അജു പത്മനാഭൻ.